നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുവാലൂരിലെ യുവാവിന്റെ ആത്മഹത്യ. വാർഡ് മെമ്പറെയും സഹപ്രവർത്തകരെയും കള്ളക്കേസിൽ കൊടുക്കുവാൻ ശ്രമമെന്ന ആരോപണം. BJP പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. ഈ വർഷത്തെ മികച്ച നടനായി തെരഞ്ഞെടുത്ത ഗിരീഷ് രവിയെ ആദരിക്കാനായി കരുനാഗപ്പള്ളി MLA CR മഹേഷ് എത്തി. നാടക സുഹൃത്തുക്കൾക്കൊപ്പം നായരമ്പലത്തെ വീട്ടിലെത്തിയായിരുന്നു ആദരവ്. ദുഃഖറോനോ പെരുന്നാളിനോടനുബന്ധിച്ച് വലിയ നെയ്യപ്പം നേർച്ചയ്ക്കൊരുങ്ങി പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തിരുവാലൂരിലെ യുവാവിന്റെ ആത്മഹത്യ. വാർഡ് മെമ്പറെയും സഹപ്രവർത്തകരെയും കള്ളക്കേസിൽ കൊടുക്കുവാൻ ശ്രമമെന്ന ആരോപണം. BJP പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. തിരുവാലൂരിലെ യുവാവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെടുത്തി സ്ഥലത്തെ വാർഡ് മെമ്പറെയും BJP പ്രവർത്തകരെയും കള്ളക്കേസിൽ കൊടുക്കുവാൻ ശ്രമിക്കുന്ന പോലീസ് രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്കെതിരെ BJP ആലങ്ങാട് ഈസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ ഉദ്ഘാടനം ചെയ്തു. തിരുവാലൂരിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കോട്ടപ്പുറം പോലീസ് സ്റ്റേഷന് സമീപം വെച്ച് പോലീസ് തടഞ്ഞു. BJP ആലങ്ങാട് ഈസ്റ്റ് ഏരിയ പ്രസിഡന്റ് KR രതീഷ് അധ്യക്ഷത വഹിച്ച സമര പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി ഷാജി മൂത്തേടൻ, സംസ്ഥാന കൌൺസിൽ അംഗം KS ഉദയകുമാർ, ജില്ലാ സെൽ കോർഡിനേറ്റർ MM ഉല്ലാസ് കുമാർ, BJP കരിമാലൂർ മണ്ഡലം പ്രസിഡന്റ് സുനിൽ ജോസഫ്, മണ്ഡലം ജനറൽ സെക്രട്ടറി ബൈജു ശിവൻ, വൈസ് പ്രസിഡന്റുമാരായ CG സന്തോഷ്, സീന സുഭാഷ്, സെക്രട്ടറി സുരേഷ് പൈ, ട്രഷറർ PR പ്രമോദ്, ജില്ലാ കമ്മിറ്റി അംഗം KC രാജപ്പൻ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് പ്രഫുൽ പ്രദീപ്, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റുമായ പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇപ്പോഴും ആത്മസംയമനം പാലിച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ഇതിന്റെ പുറകിൽ കുറച്ച് പോലീസുകാർ നിൽപ്പുണ്ട്, ലാത്തിയും ഹെൽമറ്റും ഒക്കെ ഇട്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പ്രവർത്തകരെ ഇവിടെ തടഞ്ഞു നിർത്തിയത് നിങ്ങളാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അണ്ണാനെ മരങ്കേറ്റം പഠിപ്പിക്കരുത് പോലീസുകാരെ. ഇതിന്റെ ഒക്കെ അപ്പുറം ചാടിക്കടന്നവരാ ഇവിടെ നിൽക്കുന്നത്. ഈ ബാരിക്കേഡ് തള്ളിയിട്ട് വേണമെങ്കിൽ അതിന്റെ അപ്പുറം പോയി ആ പോലീസ് സ്റ്റേഷന്റെ ഉമ്മറം കടന്ന് അകത്ത് കയറിയിരുന്ന് നിങ്ങളെ പച്ചയ്ക്ക് തെറി പറയാൻ ധൈര്യമുള്ള പ്രവർത്തകരാ ഇവിടെ ഉള്ളത്. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ സംയമനം പാലിക്കുക. ഈ വർഷത്തെ മികച്ച നടനായി തെരഞ്ഞെടുത്ത ഗിരീഷ് രവിയെ ആദരിക്കാനായി കരുനാഗപ്പള്ളി MLA CR മഹേഷ് എത്തി. നാടക സുഹൃത്തുക്കൾക്കൊപ്പം നായരമ്പലത്തെ വീട്ടിലെത്തിയായിരുന്നു ആദരവ്. ഈ വർഷത്തെ മികച്ച നാടക നടനുള്ള കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ ഗിരീഷ് രവിയെ ആദരിക്കാനാണ് കരുനാഗപ്പള്ളി MLA CR മഹേഷ് നായരമ്പലത്തെ വീട്ടിലെത്തിയത്. കഴിഞ്ഞ വർഷത്തെ മികച്ച നടനായ ബിജു ജയാനന്ദനെയും മഹേഷ് ആദരിച്ചു. നാടക പ്രവർത്തകരായ ബിജു മുഹമ്മദ്, ആദിനാട് ശശി, അനിയൻ പനക്കൽ എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. നടനുള്ള അവാർഡ് നൂറുകണക്കിന് സമിതികളിൽ നൂറുകണക്കിന് അഭിനേതാക്കളെ പിന്തള്ളിക്കൊണ്ട് നിഷ്പക്ഷമായി നടത്തിയ ഒരു പ്രഖ്യാപനത്തിൽ ഏറ്റവും മികച്ച ഈ വർഷത്തെ നാടക നടനുള്ള അവാർഡ് നേടിയിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ഗിരീഷ് രവി അവറുകൾ, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച നാടക നടനുള്ള അവാർഡ് നേടിയ പ്രിയപ്പെട്ട ശ്രീ ബിജു അവറുകൾ, ഇത് രണ്ടുപേരും അയലത്തുകാരാണ്, സുഹൃത്തുക്കളാണ്. കഴിഞ്ഞ വർഷവും ഈ വർഷവും എന്നുള്ള പ്രത്യേകത, അയൽക്കാരാണെന്നുള്ള പ്രത്യേകത, വർഷങ്ങളോളം ഒരുമിച്ച് നിൽക്കുന്നവരെന്നുള്ള പ്രത്യേകത. ഞാൻ എപ്പോഴും എന്നെ തന്നെ പാകപ്പെടുത്തുന്നത് നമുക്ക് ആരോടും അസൂയ തോന്നാതിരിക്കട്ടെ, മാത്രവുമല്ല ഒരാളിൻ്റെ സന്തോഷം വരുമ്പോൾ അത് നമ്മുടെ കൂടി സന്തോഷമായി അസൂയയില്ലാതെ ആ സന്തോഷത്തോടൊപ്പം പങ്കെടുക്കുക. ഒരാളുടെ ദുഃഖം വരുമ്പോൾ അത് എൻ്റെ ദുഃഖമാണ് എന്ന് എനിക്ക് തന്നെ തോന്നുക, ആ ദുഃഖത്തിൽ പങ്കെടുത്ത് അവരെ സഹായിക്കുക. ഇതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം. അതുകൊണ്ടാണ് ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാവരും കൂടി പുലർച്ചെ ഇറങ്ങി ഇദ്ദേഹം താമസിക്കുന്ന ഈ കൊച്ചു വീട്ടിലെത്തി ഈ കുടുംബാംഗങ്ങളോടൊപ്പം ഒരു വലിയ ആൾക്കൂട്ടമല്ലെങ്കിലും ശരി ഏറ്റവും ജീവിതത്തിലെ ഹൃദ്യമായ ഒരു ചടങ്ങാണ്. ദുഃഖറോനോ പെരുന്നാളിനോടനുബന്ധിച്ച് വലിയ നെയ്യപ്പം നേർച്ചയ്ക്കൊരുങ്ങി പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളി. പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ തോമസ് ലീഹയുടെ ദുഃഖറോനോ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വലിയ നെയ്യപ്പം നേർച്ച പള്ളി അങ്കണത്തിൽ അടുപ്പ് കൂട്ടി വിശ്വാസികൾ ചേർന്ന് തയ്യാറാക്കി. പ്രധാനമായും സന്താന സൗഭാഗ്യത്തിനായി ദമ്പതികൾ ഏറ്റു നടത്തുന്നതാണ് വലിയ നെയ്യപ്പം നേർച്ച.
501 അപ്പവും അത്രയും തന്നെ പഴവും ഉൾപ്പെടുന്നതാണ് ഒരു ഓഹരി. ഈ വർഷം 60 ഓഹരികളാണ് വിശ്വാസികൾ ഏറ്റെടുത്തിട്ടുള്ളത്. ജൂലൈ 2-3 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. ജൂലൈ 2 വൈകിട്ട് 5 കൊടി കയറ്റുന്നതോടുകൂടി തിരുനാളിന് തുടക്കമാകുമെന്ന് വികാരി ഫാദർ വർഗീസ് പൈനാടത്ത് പറഞ്ഞു. നെയ്യപ്പം ഒരു ആളുകളുടെ വീടുകളിൽ നിന്ന് ഇത് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു നെയ്യപ്പമാണ് സഭയിലെ ഒരു അനുഗ്രഹത്തിന്റെ നേർച്ചയായിട്ട് പണ്ടുകാലം മുതൽ, ആദ്യകാലം മുതൽ, പിന്നെ പൂർവിക കാലം മുതൽ, പഴയ നിയമകാലം മുതൽ ഉള്ള അപ്പവും പഴത്തിന്റെയും ഒരു ഐതിഹ്യവും ഇതിന്റെ പിറകിലുണ്ട്. അപ്പോ അതിന്റെ ഒരു പിന്തുടർച്ചയായിട്ടാണ് നെയ്യപ്പത്തിലേക്ക് ഈ നേർച്ച ക്രമീകരിക്കപ്പെട്ടത്. ഇതിന് ഒരു സ്ഥലകാല പരിമിതിയില്ല. മലങ്കര സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തെക്ക് തുടങ്ങി വടക്കേറ്റം വരെയുള്ള പലരും, നാനാജാതി മതസ്ഥരായ ഒത്തിരി ആളുകൾ ഇതിനോട് സഹകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള ഇടവക്കാരായിട്ടുള്ള ആളുകളും ഇതിൽ ഓഹരി ചേരുകയും സാധിക്കുമെങ്കിൽ അവർ ഇതിനകത്ത് വന്ന് ഈ നേർച്ച ഉണ്ടാക്കാനായിട്ട് സഹകരിക്കുകയും ചെയ്യും. ഇവിടെ തന്നെ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നടത്തപ്പെട്ടപ്പോൾ ഒത്തിരി ആളുകൾ ദൂരദേശത്ത് നിന്ന് വന്ന് ഈ കാര്യങ്ങൾക്ക് ഒരു നെയ്യപ്പം, 2 നെയ്യപ്പം, അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഇത് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഇതുപോലെ സഹകരിക്കുന്ന ആളുകൾ, ഒത്തിരി ആളുകളുണ്ട്. അത് അവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വിവാഹിതരായ ദമ്പതികളിലെ അവർക്ക് നല്ല തലമുറ, നല്ല സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവരിവിടെ വന്ന്, ദമ്പതികൾ ഒരുമിച്ച് വന്ന് വഴിപാടായിട്ട് ഓഹരി ചേർന്ന് ഇവിടെ ഇരുന്ന് ഈ നെയ്യപ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. അതും യൂത്ത് കോൺഗ്രസ് ഞാറക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യൂത്ത് കോൺഗ്രസ് ഞാറക്കൽ മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൗമ്യ തോമസ് അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് ടിറ്റോ ആന്റണി, DCC എക്സിക്യൂട്ടീവ് അംഗം VS സോളിരാജ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഹെൻറി കുഞ്ഞുമോൻ, നിധിൻ ബാബു, ആഷ്ലിൻ പോൾ എന്നിവർ സംസാരിച്ചു. വളരെ ഭംഗിയായി വലിയ മാർക്കുകളൊക്കെ വാങ്ങിയിരിക്കുമ്പോൾ എനിക്ക് മുന്നേ സംസാരിച്ച സൗമ്യ പറഞ്ഞതുപോലെ നിങ്ങൾ മാതാപിതാക്കൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. കാരണം നമ്മളെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് പല സാഹചര്യങ്ങൾ മറികടന്നുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. വീട്ടിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള ആളുകൾ എനിക്ക് അറിയാം ഈ കൂട്ടത്തിലുണ്ടാവാം. അല്ലെങ്കിൽ ചില മാതാപിതാക്കളോ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ രോഗം മൂലം പറയുന്ന സാഹചര്യമുള്ള വീടുകളിൽ നിന്നും പഠിച്ചു വന്നിട്ടുള്ള ആളുകളുണ്ട്. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്നതാണ്. നമുക്കറിയാം ഈ കോവിഡ് സാഹചര്യത്തിലൊക്കെ നമ്മൾ വളരെയധികം കഷ്ടപ്പെടാറുള്ളത്. കുറെ ആളുകൾക്ക് മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് പഠനം തുടങ്ങിയ ആളുകളൊക്കെ നമ്മളുടെ ഇടയിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട സാഹചര്യത്തിലൂടെ പഠനം വന്നിട്ടുള്ള ആളുകളുണ്ടാവും. അതെല്ലാം മറികടന്നുകൊണ്ടാണ് നമ്മൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവാലൂരിലെ യുവാവിന്റെ ആത്മഹത്യ. വാർഡ് മെമ്പറെയും സഹപ്രവർത്തകരെയും കള്ളക്കേസിൽ കൊടുക്കുവാൻ ശ്രമമെന്ന ആരോപണം. BJP പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. ഈ വർഷത്തെ മികച്ച നടനായി തിരഞ്ഞെടുത്ത ഗിരീഷ് രവിയെ ആദരിക്കാനായി കരുനാഗപ്പള്ളി MLA CR മഹേഷ് എത്തി. നാടക സുഹൃത്തുക്കൾക്കൊപ്പം നായരമ്പലത്തെ വീട്ടിലെത്തിയായിരുന്നു ആദരവ്. ദുഃഖറോനോ പെരുന്നാളിനോടനുബന്ധിച്ച് വലിയ നെയ്യപ്പം നേർച്ചയ്ക്കൊരുങ്ങി പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.